സ്വാമി ശരണം. യഥാർത്ഥത്തിൽ മുമ്പേ കാലെ കൂട്ടി കണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു. അയ്യപ്പന് ഭക്തജനങ്ങളെ പരീക്ഷിക്കാം, പക്ഷെ ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ പരീക്ഷിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. യഥാർത്ഥത്തിൽ ജയകുമാർ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ 6 മാസം മുമ്പേ കുറെ കൂടെ മെച്ചമായിട്ട് മുന്നൊരുക്കങ്ങളും മറ്റും തുടങ്ങേണ്ടതായിരുന്നു. അതൊന്നും വേണ്ട രീതിയിൽ തുടങ്ങിയില്ല. ആദ്യ ദിവസം ഒരു സ്ത്രീ കൊഴിഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയുണ്ടായി. ശബരിമലയിൽ വരുന്നതിന്റെ കണക്കുകളും മറ്റും ഓരോ വർഷവും ഉണ്ട്, അതിന്റെ വർധനയുടെ കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മുന്നൊരുക്കങ്ങൾ പ്രിപ്പറേഷൻസ് വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ, ഈ ദേവസ്വം ബോർഡിന്റെ അല്ല, കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ ഒരു പരാജയമാണ്. ഒരുപാട് കാലമായി ഞങ്ങൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്ന പോലെ കുറച്ചുകൂടെ എക്സ്ട്രാ ബയോ ടോയ്ലറ്റുകൾ അടക്കം മേടിച്ചു വെക്കണമെന്ന് പറയുന്നത് ഇതുവരെ മേടിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇച്ഛാശക്തിയുടെ കുറവും അറിവിന്റെ കുറവും കഴിവിന്റെ കുറവുമാണ് ഇതുവരെ നയിച്ചിരുന്നത്. ഇത്തവണ ജയകുമാർ സാറിന് കയറിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലായിക്കോളും. അപ്പം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇനി വരുന്ന ആളുകളിൽ അത് കുറെ കൂടെ മെച്ചമാകും. ജയകുമാർ സാറും ശ്രീജിത്ത് സാറും കൂടി അത് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഈ ശബരിമല സീസൺ ആവുമ്പോൾ നമുക്ക് നിത്യേന ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി ഇത് മാറാറുണ്ട്. ഈ ശബരിമലയിലെ തിരക്ക്, അത് തിരക്ക് വരുന്നതല്ല, അതെ, തിരക്ക് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് കൃത്യമായ ഒരു കോർഡിനേഷൻ ആണല്ലോ അവിടെ വേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ വരാൻ എന്തുകൊണ്ടായിരിക്കും അതിനേക്കൊന്നും പോകാത്തത്? രണ്ട് കാര്യങ്ങളാ കോർഡിനേഷനെയും കമ്മ്യൂണിക്കേഷനെയും ലാക്കിന് അല്ലെങ്കിൽ കുറവിന് കാരണം. ഒന്ന്, ഈ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം അറിയില്ല. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാക്ഷാൽ NSSന്റെ സ്ഥാപകൻ യുഗപ്രഭാവനായ ഭാരതകേസരി മന്ദസ്വത്തിനാവനാണ്. ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ ശ്രീ R ശങ്കർ, പിന്നീട് കേരള മുഖ്യമന്ത്രി ആയ ആളാണ് ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പൊ അത്രയും വലിയ ആൾക്കാരിരുന്ന പോസ്റ്റാണ്. വേണ്ട രീതിയിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡ് അതിന്റെ പ്രാധാന്യവും വിലയും തിരിച്ചറിഞ്ഞില്ല. ഇനി അതോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് വളരെ വിഷമകരമാണ്. ഉണ്ട് അതിശക്തമായ രീതിയിൽ ഇനിയും പ്രിപ്പറേഷൻസ് വേണം. ഇപ്പോൾ ഇരിക്കുന്ന ബോർഡ് കഴിവുള്ളവരാണ്, നമുക്ക് എല്ലാം അറിയാം. അപ്പം എങ്ങനെ ഇത് കൊണ്ടുപോകുന്നതാണ് നമ്മളെല്ലാം നോക്കുന്നത്. ഈ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ ഇത് വരുന്ന ഭക്തർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ കേരളത്തിന് തന്നെ നാണക്കേടാണ്. ശബരിമല 5000 മുതൽ 10,000 കോടി രൂപ വരെയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് നൽകുന്നത്. അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങൾ നിലനിൽക്കുന്നത് ശബരിമല കാരണമാണ്. അപ്പൊ അത്രയും വലിയൊരു തീർത്ഥാടനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ ശബരിമലയിൽ തൊഴാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ്. വളരെ സങ്കടകരമായ കാഴ്ചയൊക്കെയാണത്. ഭക്തരെ സംബന്ധിച്ച് അത് അങ്ങേയറ്റം വിഷമം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങ് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളൊന്നും ആലോചിച്ച് നോക്കി, 40-41 ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്തൊരു വിഷമകരമാണ്. അപ്പം ഇതിനെല്ലാം കുറെ കൂടെ കഴിവും നൈപുണ്യത്തോടും ഭക്തിയോടും കൂടി നയിക്കണം. അതാണ് അതിന്റെ ക്രക്സ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.